കുക്കർ എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോഴേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് 2-3 തണ്ട് കറിവേപ്പിലാണ്ട് ഇട്ടിട്ട് അതിലേക്ക് പിന്നെ 200 ഗ്രാം ചെറിയ ഉള്ളി കേട്ടാ. 1 കിലോ ബീഫ് ഉണ്ടാക്കാനുള്ള കഥയാണ് പറയുന്നത്. 200 ഗ്രാം ചെറിയ ഉള്ളി പൊളിച്ചത് അങ്ങനെ കട്ട് ചെയ്യൊന്നും വേണ്ട. അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒന്നും ഇങ്ങോട്ട് ഇളക്കി ഒന്നുണ്ട് ചെറുതായിട്ടൊന്നുകൊണ്ട് വാടി വരുമ്പോഴേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതിട്ടിട്ട് അത് ഒന്നിങ്ങോട്ട് വാട്ടിയെടുക്കുക. അതിന്റെ പച്ചമണം മാറി വരുമ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്നുകൊണ്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളം വാരാൻ വെച്ച ബീഫ് കഴിക്കാണ്ട് ഇട്ടുകൊടുക്കുക. നല്ല എല്ലില്ലാത്ത ബീഫാട്ടോ മേടിച്ചിരിക്കുന്നത്. അതിക്ക് നമ്മൾ ചില്ലി ഫ്ലേക്സ് നമ്മൾ 4 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ടുകൊടുത്തത്. നിങ്ങൾക്ക് എരിവ് കുറവ് മതിയെങ്കിൽ കുറച്ച് ചേർക്കുക, കൂടുതലാണെങ്കിൽ കൂടുതൽ ചേർത്തോളൂ. എന്നിട്ട് നന്നായിട്ട് ഒന്നിട്ട് മിക്സ് ആക്കുക. എന്നിട്ട് ഇതാ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ, ഒട്ടും വെള്ളം ചേർക്കാതെ ആ കുക്കർ അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിക്കുമ്പോൾ കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 3-4 വിസിലടിച്ചാൽ നന്നായിട്ട് വെന്ത് കിട്ടും. ആ വെന്ത ബീഫ് വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലിട്ട് ഒന്നും കണ്ട് കുറുക്കിയെടുക്കുക. ഒന്ന് നന്നായിട്ടൊന്നുകൊണ്ട് കുറുകി വരുമ്പോൾ അതിന്റെ മേലെ കൂടി അല്പം മല്ലിയില കണ്ട് വാരി വിതറിയിട്ട് പിന്നെ കണ്ട് എടുത്ത് കഴിച്ചോളിയും. പൊറാട്ട ചോറ എന്ത് ചപ്പാത്തിയൊക്കെ അടിപൊളി ടേസ്റ്റേ കേട്ടാ, സൂപ്പർ ഒരു ഐറ്റാണ്.